ഖജനാവിൽ പൂച്ച പറ്റി കിടക്കുകയാണ്, ഒരു നിവൃത്തിയില്ല. അപ്പോൾ മുഖ്യമന്ത്രി മന്ത്രിമാരുടെ യോഗം വിളിച്ചു കൂട്ടിയിട്ട് എല്ലാ വകുപ്പിൽ നിന്നും വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രൊപ്പോസലാണ്. അപ്പോൾ നമ്മുടെ റവന്യൂ വകുപ്പ് മുഖ്യമന്ത്രിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഒരു 2000 കോടി രൂപ ഉണ്ടാക്കാനുള്ള ഏർപ്പാട് ഞങ്ങൾ ചെയ്തു തരാം. ഇത് ക്രമവൽക്കരിക്കുമ്പോൾ ഫീസ് ഈടാക്കിയാൽ മതി. നിങ്ങളുടെ കട്ടപ്പനയിലൊരു കെട്ടിടത്തിൽ എൻ്റെ അറിവ് 4 കോടി രൂപ കൊടുക്കേണ്ടി വരും, ഇല്ലേ? കൊടുക്കേണ്ടി വരുമല്ലേ? കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ്. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും പറഞ്ഞതുപോലെ ഞങ്ങളിത് നിയമസഭയിൽ വളരെ ഗൗരവത്തോടു കൂടി അവതരിപ്പിച്ച് ഈ ഇപ്പോൾ അവതരിപ്പിക്കുന്ന ചട്ടം അതിൽ ഭേദഗതി വരുത്തണം. നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ വെച്ച 3 കണ്ടീഷൻ വെച്ച് പണം മേടിക്കാതെ പ്രൊസീജിയർ സങ്കീർണമാക്കാതെ ഇനിയും കെട്ടിടം പണിയാനുള്ള അനുമതി കൊടുക്കണം ആവശ്യപ്പെട്ടു. ചെയ്തില്ലെങ്കിൽ എൻ്റെ വാക്കാണ്, ഞാൻ ഒറ്റയ്ക്കല്ല, ഞാൻ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി നിങ്ങൾക്ക് പറയുന്ന വാക്കാണ്. UDF അധികാരത്തിൽ വരുമ്പോൾ ഈ ഫീസ് ഈടാക്കണ്ട എന്ന് തീരുമാനിക്കും. ആദ്യം 1. 2 പട്ടയം ഉപാധിരഹിതമായി നൽകും. ഉപാധിരഹിതമാണ് വാക്കാണ്, ഉപാധിരഹിതമാണ്. അതായത് ഇനിയും പണിയാം അവിടെ. ഇത് ക്രമവൽക്കരിക്കും. ഫീസ് മേടിക്കാതെ ഇപ്പം ചെയ്തത് ക്രമവൽക്കരിക്കും. ഇനി പണിയുന്നത് ഒറ്റ കാര്യം മാത്രം ബാധകം, ബിൽഡിംഗ് റൂൾസ്. അത് വേണ്ടാന്ന് പറയാൻ പറ്റില്ല. ബിൽഡിംഗ് റൂൾസ് മാത്രം ബാധകമായിട്ട് വേറെ ഒരു ചട്ടമില്ല, വേറെ ഒരു തടസ്സവും ഇല്ലാതെ ഈ 2000 കോടി കിട്ടുമെങ്കിൽ അതങ്ങ് വേണ്ടാന്ന് വെച്ചാൽ വേണ്ടത്. പാവപ്പെട്ടവൻ്റെ പോക്കറ്റ് അടിച്ച പൈസ വേണ്ട. അത് ഒരു താമസവും ഇല്ലാതെ അധികാരത്തിൽ വരുമ്പോൾ ആദ്യത്തെ 3 മാസത്തിനകം നടപ്പാക്കും. സമയബന്ധിതമായിട്ട് പറയും, ഷെഡ്യൂൾ വെച്ച് പറയും. ആദ്യത്തെ 3 മാസത്തിനകം ഇത് പറയും. ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ മാത്രമേ പറയുള്ളൂ. എന്ത് വിരോധം ആർക്കുണ്ടെങ്കിലും ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം പറയില്ല. വാക്കാണ് ഏറ്റവും പ്രധാനം, വാക്ക്. ആ വാക്കാണ് ഞാൻ നിങ്ങൾക്ക് തന്നത്. ഈ പട്ടയ പ്രശ്നത്തിൽ, ഈ ഭേദഗതി പ്രശ്നത്തിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്ന വാക്കാണ്. ഈ ഗവൺമെൻറ് അധികാരത്തിൽ ഇരിക്കുമ്പോൾ തന്നെ ഞങ്ങൾ സമ്മർദ്ദം ചെലുത്തി അത് പിൻവലിപ്പിക്കാൻ ഞങ്ങൾ പരമാവധി ശ്രമിക്കും. നടന്നില്ലെങ്കിലാണ് ഞാൻ പറഞ്ഞത്, അധികാരത്തിൽ വന്ന് 3 മാസത്തിനുള്ളിൽ ശാശ്വതമായ പരിഹാരം ഉണ്ടാകും. ഒരു പൈസയും നിങ്ങൾ അടയ്ക്കണ്ട, ഒരു പൈസ അടയ്ക്കണ്ട, 1 രൂപയും നിങ്ങളുടെ പോക്കറ്റ് അടിക്കില്ല. ഇത് പോക്കറ്റ് അടിയാണ്.